അപ്പൊ ഈ പറഞ്ഞ എല്ലാ കോളേജസിലും 8,650 രൂപ മാത്രമാണ് 1 ഇയറിലെ ഫീസ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷന് മുൻപ് ഈ ഫീസ് സ്ട്രക്ചറിലുള്ള ഡിഫറൻസ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബിടെക് ഡയറി ടെക്നോളജിക്കും അതേപോലെ തന്നെ ഫുഡ് ടെക്നോളജിക്കും 8,400 8,500 രൂപ തന്നെയാണ്. എന്ന് വെച്ചാൽ സെയിം കോളേജിൽ തന്നെ 2 ടൈപ്പിലുള്ള ഫീസ് സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ടൈമിൽ ആ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഗവൺമെന്റ് സെക്ടറിൽ മാത്രം കൊടുത്ത് സെക്കൻഡ് അലോട്ട്മെന്റിൽ പ്രൈവറ്റ് കോളേജുകൾ ആഡ് ചെയ്യാൻ വിചാരിച്ചാൽ പറ്റുമോ? ഹായ് എവരിവൺ, ദിസ് ഈസ് എൻജെ. സോ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഫീസ് സ്ട്രക്ചർ 2025 ഫീസ് സ്ട്രക്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഗവൺമെന്റ് എയ്ഡഡ് പ്രൈവറ്റ് സെക്ടറിലെ എല്ലാ കോളേജുകളെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണോമസ് എയ്ഡഡ് കോളേജുകളുടെ ഏതൊക്കെ കോളേജുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ 8,650 റുപ്പീസ് ആണ്. 8,650 രൂപയാണ്. ഗവൺമെന്റ് സെക്ടറിൽ വരുന്ന 9 കോളേജുകളാണുള്ളത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കാലിക്കറ്റ്, കണ്ണൂരുണ്ട്, RIT പാമ്പാടി കോട്ടയത്തുള്ള കോളേജാണ്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ദെൻ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രമുണ്ട്, അതുകൂടാതെ CET ട്രിവാൻഡ്രമുണ്ട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാടുണ്ട്. ഓക്കെ, ഈ കോളേജുകളിലൊക്കെ നമ്മൾ പറഞ്ഞ 8,650 രൂപയായിരിക്കും ഫീസ് ആയിട്ട് വരിക. ആൻഡ് ഇത് കൂടാതെ ഇവിടുത്തെ സീറ്റുകൾ നമുക്കൊന്ന് നോക്കാം. നമുക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസിന് ഓരോ കോളേജിലും എത്ര സീറ്റ് ഉണ്ടോ നോക്കിയാലോ. ഫസ്റ്റ് ഇടുക്കിയിൽ CS-ന് 60 സീറ്റുകളാണുള്ളത്. ആൻഡ് കണ്ണൂർ നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് അഗെയിൻ 60 സീറ്റ്സ് ആണ്. അതേപോലെ RIT-യിൽ കമ്പ്യൂട്ടർ സയൻസിന് 120 സീറ്റ്സ് ഉണ്ട്. 120 സീറ്റുകൾ RIT-യിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക്. പാലക്കാട് നോക്കുകയാണെങ്കിൽ CS-ന് 60 സീറ്റുകളാണ്, അഗെയിൻ 60 സീറ്റുകളാണ്. ആൻഡ് തൃശ്ശൂർ CS-ന് 60 സീറ്റുകൾ. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് CET-യിൽ RIT പോലെ തന്നെ 120 സീറ്റ്സ് CS-ന് കമ്പ്യൂട്ടർ സയൻസിന് അവൈലബിൾ ആണ്. വയനാട് CS-ന് 60 സീറ്റുകളാണുള്ളത്. ഓക്കെ, യെസ്. ഇനി ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളുണ്ട്. ഗവൺമെന്റ് കോളേജിലെ അതേ ഫീസ് സ്ട്രക്ചർ തന്നെയാണ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും ഉള്ളത്. മാർ അത്തനേഷ്യസ് കോളേജ് ഉണ്ട്, കോതമംഗലം എറണാകുളത്താണ്. NSS കോളേജ് ഉണ്ട്, പാലക്കാടാണ്. ഇത് രണ്ടും ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളാണ്. ആൻഡ് ഓട്ടോണോമസ് എയ്ഡഡ് കോളേജുകളുണ്ട്. അത് TKM ആണ്. കേരളത്തിലെ ടോപ്പ് 5 കോളേജുകൾ എടുത്താൽ അതിൽ TKM പെടും. യെസ്, അപ്പൊ TKM ഗവൺമെന്റ് എയ്ഡഡ് ഓട്ടോണോമസ് കോളേജ് ആണ്. അവിടെയും 8,650 തന്നെയാണ് ഫീസ് സ്ട്രക്ചർ. ഓക്കെ അല്ലേ? അവിടുത്തെ സീറ്റുകൾ നമുക്ക് ജസ്റ്റ് നോക്കാം. യെസ്, മാർ അത്തനേഷ്യസിൽ കമ്പ്യൂട്ടർ സയൻസിന് 60 സീറ്റ്സ് ആണ്. CE-ക്കും ട്രിപ്പിളിക്കൊക്കെ അവിടെ 120 സീറ്റ്സ്, മെക്കാനിക്കലിനും ഒക്കെ 120 സീറ്റുകൾ അവൈലബിൾ ആണ്. NSS കോളേജ് പാലക്കാടുണ്ട്. അവിടെ കമ്പ്യൂട്ടർ സയൻസിന് 120 സീറ്റുകളുണ്ട്. 8,650 രൂപ ഫീസിൽ ഒരു വർഷം നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ സാധിക്കും. ട്യൂഷൻ ഫീ മാത്രമാണ്. അതുകൂടാതെ ഹോസ്റ്റൽ ഫീയും മെസ് ഫീയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് TKM നോക്കുകയാണെങ്കിൽ TKM-ലും കമ്പ്യൂട്ടർ സയൻസിന് 120 സീറ്റുകൾ അവൈലബിൾ ആണ്. അതുകൂടാതെ ട്രിപ്പിളിക്ക് അവിടെ 120 സീറ്റ്സ് അവൈലബിൾ ആണ്. മെക്കാനിക്കലിന് അവിടെ 180 സീറ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, യെസ്. ആൻഡ് ഇനി നോക്കാൻ പോകുന്നത് അർദ്ധ സർക്കാർ കോളേജുകളാണ്. ഓക്കെ, ഗവൺമെന്റ് കോ ഷെയറിംഗ് കോളേജസ് ആണ്. അതിൽ ആദ്യം വരുന്നത് എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. ഇനി പറയുന്ന കോളേജുകളിൽ 2 തരത്തിലുള്ള ഫീസ് സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, മെറിറ്റ് ലോവർ ഫീ സീറ്റ്സും ഉണ്ട്, മെറിറ്റ് ഫുൾ ഫീ സീറ്റ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി തന്നെ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഓക്കെ, അവിടെ ലോവർ ഫീസ് ആയിട്ട് വരുന്നത് മെറിറ്റിൽ രണ്ടും മെറിറ്റ് ബേസ് തന്നെയാണ്. ഓക്കെ, മാനേജ്മെന്റ് ടൈപ്പ് സീറ്റും അതേപോലെ തന്നെ മെറിറ്റ് സീറ്റുമാണ്, ജനറൽ സീറ്റുമാണ്. ജനറലിന് 36,750 രൂപയാണ് വരുന്നത് ലോവർ മെറിറ്റ് ഫീ എന്ന് പറയുന്നത്. ഫുൾ ഫീ വരുന്നത് മെറിറ്റിൽ തന്നെ 68,250 രൂപയാണ്. ആൻഡ് SCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം KSRTCയുടെ അണ്ടറിൽ വരുന്ന കോളേജാണ്. ശ്രീ ചിത്തിര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. യെസ്, അവിടുത്തെ ലോവർ ഫീ മെറിറ്റ് ഫീ എന്ന് പറയുന്നത് 44,680 ആണ്. ആൻഡ് ഫുൾ ഫീ എന്ന് പറയുന്നത് 82,990 ആണ്. 82,990 റുപ്പീസ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അലോട്ട്മെന്റ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തുന്ന ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജ് മാൻഡേറ്ററി ആയിട്ട് വേണം, നിങ്ങൾക്ക് SCT-യിൽ പഠിക്കണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ ഇതായിട്ട് കൊടുക്കുക. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ ഇതായിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഒരു വർഷം ഇത്രയേറെ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ജനറൽ സീറ്റിൽ മാത്രമാണ് 44,680. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു സ്ട്രീം മാത്രമാണ് വേണ്ടത്, കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ടതെങ്കിൽ ആദ്യം നിങ്ങൾ ഗവൺമെന്റ് എയ്ഡഡ് അത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കുക. ആൻഡ് ദെൻ ലോവർ ഫീസ് വരുന്ന എല്ലാ മെറിറ്റ് സീറ്റുകളും കൊടുത്തതിന് ശേഷം മാത്രം
ഫുൾ ഫീ സീറ്റുകൾ കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്, ഒന്നും കൂടി വേറൊരു എക്സാമ്പിൾ നമുക്ക് പറയാം. ആൻഡ് അടുത്തത് സെൽഫ് ഫിനാൻസിങ് കോളേജ് അണ്ടർ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. യെസ്, അവിടുത്തെ ഫീസ് സ്ട്രക്ചറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ആൻഡ് ഓക്കെ, ഇനി IHRDയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. അവിടെ ചില കോളേജുകളിൽ ഫീസിനൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര ആൻഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. ഇത് രണ്ടും IHRDയുടെ അണ്ടറിൽ വരുന്ന കോളേജുകൾ തന്നെയാണ്. ബട്ട് അവിടെ കമ്പ്യൂട്ടർ സയൻസിനും അതിന്റെ അലൈഡ് ബ്രാഞ്ചസ്, ദെൻ EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെയും ഫീസാണ് പറയുന്നത്. ഈ രണ്ട് സ്ട്രീമുകൾക്കും 47,250 മെറിറ്റ് ജനറലിന്റെ ഫീസ്. ആൻഡ് ഫുൾ ഫീ വരുന്നത് 78,750. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാനാണ്, CS പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു കോളേജ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ആദ്യം ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു ജനറൽ സീറ്റ് കൊടുക്കുക, ജനറൽ മെറിറ്റ് സീറ്റ് കൊടുക്കുക. അതിനുശേഷം ഫുൾ ഫീ വരുന്ന സീറ്റ് കൊടുക്കുക. ഇനി ഏതെങ്കിലും കോളേജിൽ CS മതി, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് മതിയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ആദ്യം വേണ്ട സീറ്റ്, ആദ്യം വേണ്ട കോളേജ്, അതാണ് ആദ്യം കൊടുക്കേണ്ടത്. നിങ്ങൾക്കൊരു സ്ട്രീം ആയിരിക്കും, മിക്ക ആളുകൾക്കും ഇന്ന സ്ട്രീം കിട്ടിയാൽ മതി എന്നായിരിക്കും, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ മതി എന്നായിരിക്കും. അപ്പോൾ ആദ്യം ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് കോളേജിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജ് 1 കൊടുക്കുക. ഏറ്റവും പ്രയോറിറ്റി ഉള്ള കോളേജ് ആയിരിക്കണം നമ്പർ 1 കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ ഫീസ് ഡിഫറൻസ് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ. ഒരേ കോളേജിൽ 2 ഫീസ് വരികയാണ്, ഒരേ സ്ട്രീമിന് 2 ഫീസ് വരികയാണ്. യെസ്. ആൻഡ് ബാക്കി എല്ലാ കോഴ്സിനും, അതായത് ECയും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അലൈഡ് കോഴ്സസ് ഒഴിച്ച് ബാക്കി എല്ലാ കോഴ്സുകൾക്കും 42,000 രൂപയാണ് ലോവർ ഫീ വരുന്നത്. ഫുൾ ഫീ മെറിറ്റിൽ വരുന്നത് 73,500 ആണ്. ഓക്കെ. ആൻഡ് IHRDയുടെ അണ്ടറിലുള്ള ബാക്കി എല്ലാ കോളേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ 9 കോളേജാണ്. ഇതിൽ 2 കോളേജുകളെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2 കോളേജിന്റെ ഫീസ് സ്ട്രക്ചർ ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഒന്ന് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് യെസ് തൃക്കാക്കര എറണാകുളം, അതിന്റെ കേസ് നമ്മൾ പറഞ്ഞു. ആൻഡ് അതേപോലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ ആലപ്പുഴ. ഈ 2 കോളേജുകളുടെ ഫീസ് സ്ട്രക്ചർ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടും IHRDയുടെ അണ്ടറിലുള്ള കോളേജ് തന്നെയാണ്. ബട്ട് മറ്റ് കോളേജുകളിൽ നിന്ന് ഫീസ് സ്ട്രക്ചറിന് ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ 2 കോളേജ് ഒഴിച്ചുള്ള ബാക്കി 7 കോളേജുകൾ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ പത്തനംതിട്ട, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറ്റിങ്കൽ ട്രിവാൻഡ്രം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല ആലപ്പുഴയുണ്ട്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊട്ടാരക്കര കൊല്ലമുണ്ട്, കൊല്ലത്ത് തന്നെ മറ്റൊരു കോളേജ് ഉണ്ട്, കോട്ടയത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂഞ്ഞാർ, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ പത്തനംതിട്ട. ഒക്കെ 7 എണ്ണവും IHRDയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. ആ കോളേജിലെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മെറിറ്റ് ലോ ഫീ വരുന്നത്, ജനറൽ മെറിറ്റിന് വരുന്നത് 42,000 രൂപയാണ്. അതേ കോളേജിൽ സെയിം ബ്രാഞ്ചുകൾക്ക്, ഓക്കെ, അതിൽ നിങ്ങൾക്ക് ട്രിപ്പിൾ എടുക്കണം അല്ലെങ്കിൽ മെക്കാനിക്കൽ എടുക്കണം, മറ്റെല്ലാ ബ്രാഞ്ചുകളുടെയും ഫുൾ ഫീ വരുന്നത് 68,250 രൂപയാണ് ആനുവൽ ഫീ, ഒരു വർഷത്തെ ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് വളരെ കുറഞ്ഞ റാങ്കുകളാണെങ്കിൽ, വളരെ ഉയർന്ന റാങ്കുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് കിട്ടും. ആൻഡ് റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ കുറച്ചും കൂടി ബാക്കിലാണെങ്കിൽ ഈ സീറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ പ്രയോറിറ്റി അനുസരിച്ച് മാത്രം കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, മോഡൽ എഞ്ചിനീയറിംഗിൽ പഠിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ ഇതും രണ്ടാമത്തെ ഓപ്ഷൻ ഇതും കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് ആണെങ്കിൽ എല്ലാ കോളേജുകളും ഫീസ് സ്ട്രക്ചർ കുറവുള്ളതും നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളതുമായ കോളേജുകൾ ആദ്യം കൊടുക്കുക. യെസ്. ഓക്കെ, അപ്പോൾ IHRDയുടെ അണ്ടറിലുള്ള കോളേജുകളുടെ ഫീസ് കണ്ടു. നെക്സ്റ്റ് വൺ, എഞ്ചിനീയറിംഗ് കോളേജസ് അണ്ടർ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി. ഓക്കെ, വെറ്റിനറിയുടെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. BTech ഡയറി ടെക്നോളജി ഉണ്ട്, BTech ഫുഡ് ടെക്നോളജി ഉണ്ട്. BTech ഡയറി ടെക്നോളജിയുടെ ഫീസ് എന്ന് പറയുന്നത് ഒരു വർഷം 8,400 റുപ്പീസ് ആണ്, 8,400 രൂപയാണ്. ഫുഡ് ടെക്നോളജിക്കും സെയിം ഫീസാണ്, 8,400. ഓക്കെ, ഏതൊക്കെ കോളേജാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് നോക്കാം. 4 കോളേജസ് ഉണ്ട്. ഇടുക്കിയിലുണ്ട്, മണ്ണൂത്തി തൃശ്ശൂരുണ്ട്, വയനാടുണ്ട്, പൂക്കോടുള്ള ക്യാമ്പസ് ആണ്. യെസ്. ആൻഡ് കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ഉണ്ട്. ഈ 4 കോളേജുകളാണ്. ഈ 4 കോളേജിലെ ഫീസ് സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത്. BTech ഡയറി ടെക്നോളജിക്ക് 8,400ഉം BTech ഫുഡ് ടെക്നോളജിക്ക് സെയിം 8,400 റുപ്പീസും ഈ 4 കോളേജുകളുടെ ആനുവൽ ഫീ ആണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? യെസ്, ഈ 4 കോളേജുകളാണ് ആ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, യെസ്, അവിടുത്തെ സീറ്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇടുക്കിയിൽ ഡയറി സയൻസിന് 22 സീറ്റ്സ് ആണ്. വയനാട് അഗെയിൻ ഡയറി സയൻസിന് 22 സീറ്റ്സ് ആണ്.
ദെൻ തൃശ്ശൂർ ഡയറി സയൻസിന് 46 സീറ്റ്സും ആൻഡ് ട്രിവാൻഡ്രത്ത് ഡയറി സയൻസിന് 22+1 സീറ്റ് ഉണ്ട്. യെസ്, അങ്ങനെ മൊത്തം 23 സീറ്റ്സുമാണ് വരുന്നത്. ഓക്കെ, യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ, എഞ്ചിനീയറിംഗ് കോളേജ് അണ്ടർ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. ഓക്കെ, ഇതിന് അണ്ടറിൽ വരുന്ന ഒരേ ഒരു കോളേജാണ് സ്കൂൾ ഓഫ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് ആൻഡ് അണ്ടർ വാട്ടർ ടെക്നോളജി, എറണാകുളം പനങ്ങാടാണ് കോളേജ് വരുന്നത്, ക്യാമ്പസ് വരുന്നത്. യെസ്, എന്താണ് കോഴ്സ്? ബിടെക് ഫുഡ് ടെക്നോളജി ആണ്. അവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് 66,000 രൂപയാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീ. ആനുവൽ ട്യൂഷൻ ഫീ ആണ് പറയുന്നത് 66,000, 66,000 rupees. യെസ്. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്തത് കോളേജ് അണ്ടർ ദ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. ആ കോളേജിന്റെ സീറ്റ്സിന്റെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡ് ടെക്നോളജിക്ക് 50 സീറ്റ്സ്, 50 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇനി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജുകളാണ്. കോളേജ് വരുന്നത് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, മലപ്പുറമാണ് നമ്മുടെ ക്യാമ്പസ്. അവിടുത്തെ സീറ്റ്സ് നമുക്ക് നോക്കാം, അതിനു മുൻപ് ഫീസ് നോക്കാം. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിന് ആനുവൽ ഫീ ആയിട്ട് വരുന്നത് 15,000 rupees, 15,000 രൂപയാണ്. ബിടെക് ഫുഡ് ടെക്നോളജിക്ക് 53,000, 53,000 rupeesമാണ് ആനുവൽ ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, സീറ്റുകൾ നോക്കുകയാണെങ്കിൽ അഗ്രികൾച്ചറിന് 64 സീറ്റ്സും ഫുഡ് ടെക്നോളജിക്ക് 40 സീറ്റ്സ്, 40 സീറ്റുകളും ക്യാമ്പസിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള കോളേജുകളാണ് നോക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഗവൺമെന്റ് സെക്ടറിൽ കണ്ടു, അർദ്ധ സർക്കാർ കോളേജുകൾ നമ്മൾ കണ്ടു, ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജസ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ. യെസ്, ഇവിടെ 2 തരത്തിലുള്ള ഫീ സ്ട്രക്ചർ ഉണ്ട്. ഒന്ന്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ, നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഇൻകം വരുമാനം കുറവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ലോവർ ഇൻകം ഗ്രൂപ്പിന് വരുന്ന ഫീ സ്ട്രക്ചർ ആണ്. ട്യൂഷൻ ഫീ ആയിട്ട് 50,000 rupees, 50,000 രൂപയാണ് വരിക. ആൻഡ് അല്ലാത്ത കാറ്റഗറിക്ക്, ബാക്കിയുള്ള ആളുകൾക്ക് ആ ഒരു ഫീസ് ഇല്ലാത്ത കാറ്റഗറിക്ക് ട്യൂഷൻ ഫീ ആയിട്ട് വരുന്നത് 55,000, 55,000 രൂപയും പ്ലസ് സ്പെഷ്യൽ ഫീ ആയിട്ട് 27,500 രൂപയും വരുന്നുണ്ട്. ഓക്കെ, 27,500 rupees എക്സ്ട്രാ ആയിട്ട് സ്പെഷ്യൽ ഫീ ആയിട്ട് വരുന്നുണ്ട്. ഇനി സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുന്ന നിരവധി കോളേജുകളാണുള്ളത്. അലസർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഇടുക്കിയുണ്ട്, അല്ലമീൻ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. നിങ്ങൾ നിലവിൽ വന്നിരിക്കുന്ന നമ്മുടെ സിയുടെ വെബ്സൈറ്റിൽ വന്നിരിക്കുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജുകളുടെ ലിസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അപ്പ് ചെയ്യാം. ആ ഒരു കോളേജിന്റെ ലിസ്റ്റ് നോക്കി അവിടുത്തെ ഫീ സ്ട്രക്ചറും കൂടി മനസ്സിലാക്കി വെച്ചിട്ട് ദെൻ ക്യാമ്പസിന്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ നോക്കി നിങ്ങൾക്ക് വേണ്ട സ്ട്രീം അനുസരിച്ച് നിങ്ങൾ പ്രയോറിറ്റി ലിസ്റ്റ് റെഡിയാക്കാം. ഓക്കെ, ഈ കോളേജുകളൊക്കെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുന്ന പ്രൈവറ്റ് കോളേജുകളുടെ ലിസ്റ്റിൽ വരുന്ന കോളേജുകളാണ്. അപ്പോൾ ഇൻ ടോട്ടൽ 78 കോളേജസ്, 78 കോളേജുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ ഞാൻ പറഞ്ഞ ഫീയിൽ വരുന്ന കോളേജസ്. 2 തരത്തിലുള്ള ഫീ സ്ട്രക്ചർ ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് ഈ 78 കോളേജുകൾ കൂടാതെ കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ അണ്ടറിൽ വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഓട്ടോണോമസ് കോളേജുകളും ഉണ്ട്. അവിടുത്തെ ഫീ സ്ട്രക്ചർ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഫീ സ്ട്രക്ചർ തന്നെയാണ്. ഏതൊക്കെയാണ് കോളേജുകൾ എന്നുള്ളത് ഞാൻ പറയാം. അതിന് മുൻപ് അവിടുത്തെ സീറ്റിന്റെ ഫീ സ്ട്രക്ചർ നമുക്ക് നോക്കാം. സ്കോളർഷിപ്പുകൾ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇത്തരം കോളേജുകളിൽ സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആയിരിക്കും. ആൻഡ് അല്ലാത്ത ആളുകൾക്ക് 50% ഗവൺമെന്റ് സീറ്റുകളാണ് ഇത്തരത്തിലുള്ള കോളേജുകളിലുള്ളത്. അവിടെ SC, ST, OEC, ദെൻ ഫിഷർമാന്റെ ചിൽഡ്രൻ, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് 1,500,000 രൂപയാണ് ഒരു ഇയറിൽ ആനുവൽ ഫീ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, സ്കോളർഷിപ്പ് അവൈലബിൾ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. അതേപോലെ ഓട്ടോണോമസ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും ഇതേപോലെ തന്നെയാണ്. 1,500,000 രൂപയാണ്. എക്സെപ്ഷൻ ഉള്ള കാറ്റഗറീസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, ഈ കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൽബർട്ടീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കൊച്ചിയുണ്ട്. കുറേ അധികം കോളേജുകളുണ്ട്. അപ്പോൾ ഈ കോളേജുകൾ 8 കോളേജുകൾ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലും ബാക്കി 6 കോളേജുകൾ ഓട്ടോണോമസ് കോളേജുകളുടെ ലിസ്റ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഈ കോളേജുകൾ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ കേരള കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന്റെ അണ്ടറിൽ വരുന്ന കോളേജുകളാണ്. ഇവിടുത്തെ ഫീ സ്ട്രക്ചർ നിങ്ങൾ കണ്ടല്ലോ, 1,00,000 രൂപയ്ക്ക് എബവ് ആണ് വരുന്നത്. അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്, കാഞ്ഞിരപ്പള്ളിയിലുള്ള കോളേജാണ്. ഓക്കെ, വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരുണ്ട്. ഇവിടുത്തെയൊക്കെ മാർ ബെസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ട്രിവാൻഡ്രം ഉണ്ട്. ഇവിടുത്തെയൊക്കെ ഫീസാണ് ഈ കാണിച്ച 1 lakhന് എബവ് ആയിട്ടുള്ള ഫീസ്. അതേപോലെ തന്നെയാണ് ഓട്ടോണോമസ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ ഫീയും
ഇതേപോലെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ സെയിൻറ്റ് ഗിറ്റ്സ്, കോട്ടയം സെയിൻറ്റ് ഗിറ്റ്സ് ഉണ്ട്, നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ പാമ്പാടി തൃശ്ശൂരുണ്ട്, ശ്രീബുദ്ധ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആലപ്പുഴ ഉണ്ട്. ഈ കോളേജുകളിലൊക്കെയും സെയിം ഫീസാണ്, ഓട്ടോണോമസ് കോളേജുകളാണ്. നമ്മൾ പറഞ്ഞ TKM അല്ല, ഓട്ടോണോമസ് എയ്ഡഡ് കോളേജ് ആണത്. പക്ഷെ ഇത് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള ഓട്ടോണോമസ് കോളേജ് ആണ്. അപ്പോൾ ഈ കോളേജിലെ ഫീ സ്ട്രക്ചറും മറ്റതിനേക്കാളും ഹൈ ആയിരിക്കും. അപ്പോൾ ഈ കംപ്ലീറ്റ് ലിസ്റ്റ് നോക്കി ഫീ സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ നിങ്ങൾ അഡ്മിഷന് പോകുന്ന ടൈമിലായിരിക്കും ഈ ഒരു കോളേജിൽ ഇത്രയും ഫീസ് ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നത്. പിന്നീട് ഒരു ഹയർ ഓപ്ഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ സീറ്റ് ഉപേക്ഷിക്കാനും പറ്റില്ല. അത് ഉപേക്ഷിച്ച് ചിലപ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് തന്നെ പുറത്താകും. ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ക്വിറ്റ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിൽ സെക്കൻഡിലോ തേർഡിലോ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കോളേജിലാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ നിങ്ങൾ ഫീസും കാര്യങ്ങളും ഒക്കെ കോളേജിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു എമൗണ്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫീ സ്ട്രക്ചറും കൂടി മനസ്സിലാക്കുക. ദെൻ ഞാൻ പറഞ്ഞ പോലെ എല്ലാം നോക്കി മാത്രം പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. ബിക്കോസ് സെക്കൻഡിലും തേർഡിലും, സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും ഫ്രഷ് ആയിട്ട് ഒരു ഓപ്ഷൻ പോലും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കുകയാണ് ആദ്യത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രം വെക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലുള്ള കോളേജുകൾ മാത്രം വെക്കാം. സെക്കൻഡ് അലോട്ട്മെന്റ് എത്തുന്ന ടൈമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കിട്ടിയില്ലെങ്കിൽ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. പിന്നീട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ട് പുതിയ ചോയ്സുകൾ, പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡിലും തേർഡിലും നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല, ബട്ട് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ബട്ട് ഓപ്ഷൻ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിട്ടുന്ന കോളേജിൽ പോകാൻ നിങ്ങൾ വില്ലിങ് ആയിരിക്കണം. യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക്, ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് കടക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.